നല്ല മുതൽ നമ്മളെ വീട്ടുവളപ്പിലുണ്ടെങ്കിൽ രാവും പകലും ഇല്ലാതെ കച്ചവടം നടക്കൂലേ. കച്ചവടക്കാരും വരും, വിളിയും വരും. ഇന്നലെ കന്നാൾ കൊടുന്നിട്ട് വൈകുന്നേരം ഒരു 12 മണിയാകുമ്പോൾ ഉപ്പാൻ്റെ ഫോണിന് ഒരു ഒഴിവും കിട്ടിയിട്ടില്ല കേട്ടോ. നോക്കി ഇന്നലെ കച്ചവടം നടക്കണ എപ്പോഴാണെന്നോ, ഈ മൈലമൊകാലിൻ്റെ കച്ചവടം നടക്കുന്നത് വൈകുന്നേരം. വേങ്ങനെയുള്ള ടീം വന്നിട്ടാണ് കച്ചവടം നടത്തുന്നത് കേട്ടോ. അപ്പോൾ അവർക്ക് അപ്പം തന്നെ വരണം പറഞ്ഞ് പോലെ എത്തിയത് ഈ ഒരു ടൈം ആയതുകൊണ്ട് രാത്രി തന്നെ കച്ചവടം നടത്തി. അപ്പോൾ ഞാൻ രാവിലെ ഇതാണ് കച്ചവടം ആയതെന്ന് പറയാൻ വേണ്ടിയിട്ട് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഇക്കാക്കാനോട് ചോദിച്ചു, നോക്കി കാക്ക ഈ രണ്ടെണ്ണത്തിൽ ഏതാണ് കച്ചവടം ആയത് ചോദിച്ചു. രണ്ടും മൈലമൊകാലയാണ്, ഏകദേശം ഒരേ മാതിരിക്കുണ്ട്, വലുപ്പത്തിൽ ചെറിയ മാറ്റമുള്ളൂ. അതിൽ ഇങ്ങോട്ട് അതെ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇവിടെ വന്ന് കാട്ടി തന്നോളിട്ടോ, ഇല്ലെങ്കിൽ അൻസത്തിനെ കാട്ടി തന്നുകാണ്ട് ഏട്ടത്തിനെ കെട്ടിച്ചു പറഞ്ഞാൽ മറ്റേനെ കാട്ടി കൊടുത്തു ഇതിനെ കച്ചവടമാക്കി എന്ന് പറയും പറഞ്ഞു. അതിൽ വേഗം തോത്തുനിന്ന് വന്ന് എനിക്ക് കാണിച്ചു തരുമൊക്കെ ചെയ്തിട്ടോ. അപ്പോൾ നമുക്ക് 2 മൈലമൊകാലുള്ളതിൽ ഒന്നിനതാ ഈ വലിയതിനെ കച്ചവടമാക്കിയിരിക്കണം, മറ്റത് ഇതിൻ്റെ അടിയാണ് വലിപ്പമില്ല, കുറച്ച് ചെറുതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ മറ്റേ മൈലമൊകാലിന് ഇവിടെ കച്ചവടക്കാർ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഏതായാലും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഉപ്പാൻ്റെ നമ്പർ ലാസ്റ്റ് കൊടുക്കാം, നിങ്ങളൊന്ന് വിളിച്ചു നോക്കി. പിന്നെ അതാ ഇനിയുള്ളത് ഇങ്ങനത്തെ 2 കന്നാളാട്ടോ. അപ്പോൾ ഏകദേശമൊക്കെ ഇങ്ങനെ തീരാറായിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചിട്ട് വരണം കേട്ടോ, അത് ശ്രദ്ധിക്കണം, നിങ്ങൾ വിളിച്ചിട്ട് വരണം. കാരണം ഒരു ടീം വരാമെന്ന് പറഞ്ഞാൽ അവർക്ക് കാട്ടി കൊടുക്കാമെന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ വേറെ കാട്ടി കൊടുക്കൂല. അപ്പം നിങ്ങൾ വന്ന് മടങ്ങരുത് കരുതിയിട്ടാണ് അങ്ങനെ പറയുന്നത്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്പർ.